എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹീബ്രു ക്ലാസ്സിൻ്റെ പല എപ്പിസോഡുകളും നമ്മുടെ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടാകും. ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, ചില വസ്തുക്കളുടെ പേരുകൾ, അങ്ങനെ നമുക്ക് ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്നും വ്യത്യസ്തമല്ല. ഇന്ന് ഹീബ്രുവിലെ നിറങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കളേഴ്സ് എങ്ങനെയാണ്, അതിൻ്റെ പേരുകൾ, അതായത് പച്ച, വെള്ള, കറുപ്പ് എന്നീ പേരുകൾ എങ്ങനെയാണ് ഹീബ്രുവിൽ നമ്മൾ പറയാൻ പഠിക്കുക എന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഓരോ വീഡിയോസ് ചെയ്യാനും നമുക്ക് പ്രചോദനമാകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും സ്വാഗതം. വൈറ്റ്, ലവാൻ എന്നാണ് വൈറ്റിന് ഹീബ്രുവിൽ വിളിക്കുക. ലവാൻ എന്നാണ് വെള്ള കളറിന്, വൈറ്റ് കളറിന് ഹീബ്രുവിൽ പറയുക. അടുത്തത് ബ്ലാക്ക്. ഷഹോർ എന്നാണ് ബ്ലാക്കിന് ഹീബ്രുവിൽ വിളിക്കുന്നത്. ഷഹോർ എന്നാണ് ബ്ലാക്ക് കളറിന് ഹീബ്രുവിൽ നമ്മൾ പറയുക. റെഡ്, ചുവപ്പ് കളറിന് ഹീബ്രുവിൽ അദോം എന്നാണ് പറയുക. അദോം എന്നാണ് ചുവപ്പ് കളറിന്, റെഡ് കളറിന് ഹീബ്രുവിൽ നമ്മൾ വിളിക്കുക. പിങ്ക്, പിങ്ക് കളറിന് വറോദ് എന്നാണ് ഹീബ്രുവിൽ പറയുന്നത്. വറോദ് എന്നാണ് പിങ്ക് കളറിന് ഹീബ്രുവിൽ പറയുക. അടുത്തത് ഗ്രേ കളറിന് ഹീബ്രുവിൽ പറയുന്നത് അഫോർ എന്നാണ്. അഫോർ എന്നാണ് ഗ്രേ കളറിന് ഹീബ്രുവിൽ പറയുക. അഫോർ എന്നാണ് ഗ്രേ കളറിന് ഹീബ്രുവിൽ പറയുന്നത്. അടുത്തത് ഗ്രീൻ കളറിന്, പച്ച കളറിന് ഹീബ്രുവിൽ യാറോക്ക് എന്നാണ് പറയുക. പച്ച അല്ലെങ്കിൽ ഗ്രീൻ കളറിന് ഹീബ്രുവിൽ നമ്മൾ യാറോക്ക് എന്നാണ് വിളിക്കുക. യാറോക്ക് എന്നാണ് പച്ച കളറിന് ഹീബ്രുവിൽ പറയുന്നത്. യെല്ലോ, സഹോവ് എന്നാണ് യെല്ലോയ്ക്ക് ഹീബ്രുവിൽ പറയുക. മഞ്ഞ കളറിന്, യെല്ലോ കളറിന് ഹീബ്രുവിൽ നമ്മൾ പറയുന്നത് സഹോവ് എന്നാണ്. സഹോവ് എന്നാണ് മഞ്ഞ കളറിന്, യെല്ലോ കളറിന് ഹീബ്രുവിൽ പറയുക. അടുത്തത് ഓറഞ്ച് നിറത്തിന് ഹീബ്രുവിൽ കത്തോം എന്നാണ് പറയുക. ഓറഞ്ച് കളറിന് കത്തോം എന്നാണ് ഹീബ്രുവിൽ പറയുന്നത്. കത്തോം എന്നാണ് ഓറഞ്ച് നിറത്തിന്, ഓറഞ്ച് കളറിന് ഹീബ്രുവിൽ നമ്മൾ വിളിക്കുക. ബ്ലൂ കളറിന് ഹീബ്രുവിൽ കഹോൾ എന്നാണ് വിളിക്കുക. നീല നിറത്തിന് ഹീബ്രുവിൽ കഹോൾ എന്നാണ് പറയുക. കഹോൾ എന്നാണ് നീല നിറത്തിന്, ബ്ലൂ കളറിന് ഹീബ്രുവിൽ പറയുക. ഇനി നമുക്ക് ഇപ്പോൾ പഠിച്ച കളേഴ്സ് ഒന്നുകൂടെ പെട്ടെന്നൊന്ന് റിപ്പീറ്റ് ചെയ്യാം. വൈറ്റ് ലവാൻ, ബ്ലാക്ക് ഷഹോർ, റെഡ് അദോം, പിങ്ക് വറോദ്, ഗ്രേ അഫോർ, ഗ്രീൻ യാറോക്ക്, യെല്ലോ സഹോവ്, ഓറഞ്ച് കത്തോം, ബ്ലൂ കഹോൾ. ഇനി നമുക്ക് പഴയ എപ്പിസോഡുകളിൽ നമ്മൾ ചേർക്കാതെ പോയ കുറച്ച് ഐറ്റംസ് കൂടെ, കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ എപ്പിസോഡിൽ ആഡ് ചെയ്യുകയാണ്. കുൽസ, ഷർട്ടിന് ഹീബ്രുവിൽ പറയുന്നത്
കുൽസ എന്നാണ്. ഷർട്ടിന് ഹീബ്രുവിൽ നമ്മൾ വിളിക്കുന്നത് കുൽസ എന്നാണ്. കുൽസ എന്നാണ് ഷർട്ടിന് ഹീബ്രുവിൽ പറയുക. അടുത്തത് പാൻസ്. മിഗ്നസായിം എന്നാണ് പാൻസിന് ഹീബ്രുവിൽ പറയുന്നത്. പാൻസിന് മിഗ്നസായിം എന്നാണ് ഹീബ്രുവിൽ പറയുന്നത്. മിഗ്നസായിം എന്നാണ് ഹീബ്രുവിൽ പാൻസിന് വിളിക്കുക. ഇനി നമ്മൾ ഉള്ളിലിടുന്ന അണ്ടർ ഷർട്ട് അല്ലെങ്കിൽ ബനിയൻ എന്നൊക്കെ പറയുന്നതിന് ഹീബ്രുവിൽ പറയുന്നത് ഗുഫിയ എന്നാണ്. ഗുഫിയ എന്നാണ് അണ്ടർ ഷർട്ടിന് ബനിയൻസിനൊക്കെ ഹീബ്രുവിൽ പറയുക. ഗുഫിയ എന്നാണ്. ഇനി നമ്മൾ കാലിൽ ധരിക്കുന്ന സോക്സിന് ഹീബ്രുവിൽ പറയുന്നത് ഗർബായിം എന്നാണ്. ഗർബായിം എന്നാണ് സോക്സിന് ഹീബ്രുവിൽ നമ്മൾ വിളിക്കുക. ഗർബായിം എന്നാണ് നമ്മൾ കാലിൽ ധരിക്കുന്ന സോക്സിന് ഹീബ്രുവിൽ പറയുക. അടുത്തത് ടവൽസിന് മഗേവോത്ത് എന്നാണ് ടവൽസിന് ഹീബ്രുവിൽ പറയുന്നത്. മഗേവോത്ത് എന്നാണ് ടവൽസിന് ഹീബ്രുവിൽ പറയുക. മഗേവോത്ത് എന്നാണ് ടവൽസിന് ഹീബ്രുവിൽ വിളിക്കുക. ഇനി നമ്മൾ ഇൻറായി ഉപയോഗിക്കുന്ന അണ്ടർ പാൻസ് തക്തുനീം എന്നാണ് പറയുക. നമ്മൾ ഉപയോഗിക്കുന്ന അണ്ടർ പാൻസിന് തക്തുനീം എന്നാണ് ഹീബ്രുവിൽ പറയുക. ഇനി തലയിൽ ധരിക്കുന്ന തൊപ്പിക്ക് ക്യാപ്പിന് ഹീബ്രുവിൽ പറയുന്നത് കോവ എന്നാണ്. തൊപ്പിക്ക് ക്യാപ്പിന് ഹീബ്രുവിൽ നമ്മൾ പറയുന്നത് കോവ എന്നാണ്. കോവ എന്നാണ് തൊപ്പിക്ക് ക്യാപ്പിന് ഹീബ്രുവിൽ പറയുക. അടുത്തത് നമ്മൾ പാൻസിന് ധരിക്കുന്നതും അല്ലെങ്കിൽ കാറിൽ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ബെൽറ്റിന് സീറ്റ് ബെൽറ്റിനൊക്കെ പറയുന്നത് ഹഗൂറ എന്നാണ്. ബെൽറ്റിന് നമ്മൾ ഹീബ്രുവിൽ പറയുന്നത് ഹഗൂറ എന്നാണ്. ഹഗൂറ എന്ന് ബെൽറ്റിന് ഹീബ്രുവിൽ പറയും. കർട്ടൻസ് വിലോൺ എന്നാണ് കർട്ടൻസിന് ഹീബ്രുവിൽ പറയുക. വിലോൺ എന്നാണ് കർട്ടൻസിനെ ഹീബ്രുവിൽ വിളിക്കുന്നത്. വിലോൺ എന്ന് പറയും കർട്ടൻസിന് ഹീബ്രുവിൽ. ഇനി നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന സ്ലിപ്പേഴ്സിന് അല്ലെങ്കിൽ ചെരുപ്പിനൊക്കെ നലാബൈത്ത് എന്നാണ് പറയുക, അല്ലെങ്കിൽ നലായിം എന്ന് പറയും. നലായിം എന്നോ നലാബൈത്ത് എന്നോ ഹീബ്രുവിൽ നമ്മൾ സ്ലിപ്പേഴ്സിന് അല്ലെങ്കിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന റെഫ്യൂസിനൊക്കെ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾക്ക് ഹീബ്രുവിൽ പറയുന്നത്. ഇനി അവസാനമായിട്ട് സോപ്പിന് സബോൺ എന്ന് പറയും. സബോൺ എന്നാണ് സോപ്പിന് നമ്മൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് സോപ്പിനൊക്കെ വിളിക്കുന്നത് സബോൺ എന്നാണ്. സബോൺ എന്നാണ് സോപ്പിന് ഹീബ്രുവിൽ പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം.